നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രിയടക്കം നേതാക്കൾ. ജിഎസ്ടി ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിന് ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും കുടിവെള്ളത്തിന്റെ എംആർപി കുറയ്ക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമാനുസൃതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ 98ാം സമാധി ദിനം. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിന് 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. ഇന്ത്യൻ സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയാണ് മോഹൻലാൽ. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് മോഹൻലാലിനെ അഭിനന്ദിച്ചു. കേരളത്തിന്റെ മനോഹര ഭൂമിയിൽ നിന്ന് രൂപപ്പെട്ട മോഹൻലാലിന്റെ പ്രതിഭ ഇന്ത്യയുടെ സംസ്കാരത്തെ ആഘോഷിക്കുകയും അതിന്റെ അഭിലാഷങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തുവെന്ന് പുരസ്കാരം പ്രഖ്യാപിച്ച വാർത്താവിതരണ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെസ്ക് റിപ്പോർട്ട്. ചെറുപ്രായത്തിൽ തന്നെ സിനിമാ യാത്ര ആരംഭിച്ച മോഹൻലാൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. 2001 അദ്ദേഹത്തിന് രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും 2019 രാജ്യത്തെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണം നൽകി രാജ്യം ആദരിച്ചു. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും മോഹൻലാലിന് ലഭിച്ചു. ചൊവ്വാഴ്ച ദേശീയ ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ച് കേരളത്തിന്റെ നടന വിസ്മയത്തിന് പുരസ്കാരം സമ്മാനിക്കും. ആകാശവാണിയുമായി മോഹൻലാലിന് ദീർഘകാലത്തെ ബന്ധമുണ്ട്. ടിവിയും ഇന്റർനെറ്റും ഒക്കെ വരും മുമ്പുള്ള ഞങ്ങളുടെ തലമുറയുടെ ഏറ്റവും വലിയ ഹോം എന്റർടൈൻമെന്റ് ആകാശവാണിയായിരുന്നു. അല്ല, ആകാശവാണി മാത്രമായിരുന്നു. അതാണ് ശരി. ഇന്നും പ്രാദേശിക വാർത്തകൾക്കോ ദേശീയ വാർത്തകൾക്കോ ഓൾ ഇന്ത്യ റേഡിയോ മാത്രമേ ആശ്രയമുള്ളൂ. നിലവാരത്തിന്റെ കാര്യത്തിലും നല്ല മലയാളത്തിന്റെ കാര്യത്തിലും ആകാശവാണി ആ പഴയ പ്രൌഢിയിൽ തന്നെ നിലനിൽക്കുന്നു. അങ്ങനെ തന്നെ നിലനിൽക്കും. ദാദാ സാഹിബ് പുരസ്കാരം നേടിയ മോഹൻലാലിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ തുടങ്ങിയവർ അഭിനന്ദിച്ചു. മികവിന്റെയും വൈവിധ്യത്തിന്റെയും പ്രതീകമാണ് മോഹൻലാലെന്നും പതിറ്റാണ്ടുകളായി സമ്പന്നമായ പ്രവർത്തനങ്ങളിലൂടെ മലയാള സിനിമയിലെ വെളിച്ചമായി അദ്ദേഹം നിലകൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എ.എൻ. ഷംസീർ, മന്ത്രിമാരായ മന്ത്രി സജി ചെറിയാൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയ നേതാക്കളും നടൻ മമ്മൂട്ടിയും മോഹൻലാലിന് ആശംസ അറിയിച്ചു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് മാത്രമല്ല നാടിനാകെ അഭിമാനം പകരുന്ന നേട്ടമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാഭാവികവും സവിശേഷവുമായ അഭിനയശൈലികൊണ്ട് 4.5 പതിറ്റാണ്ടിലധികം മലയാളികളെയും ലോകത്തെയും വിസ്മയിപ്പിച്ച നടനാണ് മോഹൻലാലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ജിഎസ്ടി ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ എംആർപി കുറയ്ക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചു. പാക്ക് ചെയ്ത റെയിൽ നീറിന്റെയും മറ്റെല്ലാ ബ്രാൻഡുകളുടെയും വില 15 രൂപയിൽ നിന്ന് 14 രൂപയായി കുറയും. 500 മില്ലി ലിറ്റർ കുപ്പിവെള്ളത്തിന്റെ വില 10 രൂപയിൽ നിന്ന് 9 രൂപയായും കുറച്ചു. പുതുതലമുറ ജിഎസ്ടി നിരക്ക് നാളെ പ്രാബല്യത്തിലാകുന്നതോടെ കുറഞ്ഞ വിലയിൽ യാത്രക്കാർക്ക് കുടിവെള്ളം ലഭിക്കും. പൊതുസേവനം, സദ്ഭരണം എന്നീ മന്ത്രവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് പരിവർത്തനവും പുരോഗതിയും കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥയുടെ വിജയത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണം കൂടുതൽ പ്രാപ്യവും പരസ്പര ബന്ധിതവുമാക്കുന്നതിനെക്കുറിച്ചും ആകാശവാണിയുടെ സേവാ പർവ് പരമ്പരയിൽ വിശദീകരിക്കുന്നു. ഗവൺമെന്റ് സംരംഭങ്ങൾ, നയപരിഷ്കാരങ്ങൾ, സാങ്കേതിക പുരോഗതി എന്നിവയാൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ രംഗം അതിവേഗം ഡിജിറ്റൽ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വളരുന്ന ജനസംഖ്യയും ആരോഗ്യ ഗുണനിലവാര സംരക്ഷണത്തിന്റെ ആവശ്യകതയും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രാപ്യത, താങ്ങാനാവുന്ന വില, കാര്യക്ഷമത എന്നിവയിൽ ഡിജിറ്റൽ ആരോഗ്യ പരിഹാരങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു. പൊതു സ്വകാര്യ മേഖലകൾക്കിടയിലെ സജീവ സഹകരണത്തിലൂടെ ശക്തമായ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ സ്ഥാപിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ലക്ഷ്യമിടുന്നത്. 2021 മുതൽ 2026 വരെ 5 വർഷത്തിനകം 1600 കോടി രൂപ ചെലവഴിച്ച് ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് ഡിജിറ്റൽ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു നൽകുക എന്നതാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് 80 കോടിയിലധികം ആയുഷ്മാൻ ഭാരത് ആരോഗ്യ അക്കൌണ്ടുകൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുസേവന യാത്ര വിവരിക്കുന്ന എ ജേർണി ഓഫ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന പുസ്തകം കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. ഗുജറാത്ത് മുഖ്യമന്ത്രി മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവി വരെ എത്തിയ നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനവും പരിവർത്തന യാത്രയുമാണ് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് ചലോ ജീത്തെ ഹെ എന്ന ചലച്ചിത്രം രാജ്യത്തെ സ്കൂളുകളിലും 500-ലധികം സിനിമാ തിയേറ്ററുകളിലും ഇന്ന് പ്രദർശിപ്പിക്കും. സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്തയാൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ട നരേന്ദ്രമോദിയുടെ ജീവിതത്തിലെ ബാല്യകാല സംഭവത്തെ ആധാരമാക്കുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമാനുസൃതമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യോജിപ്പും വിയോജിപ്പുമെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും രത്തൻ യു ഖേൽക്കർ അഭിപ്രായപ്പെട്ടു. ബിജെപി, കോൺഗ്രസ്, സിപിഐഎം, സിപിഐ ഉൾപ്പെടെ 11 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചുചേർത്ത യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപന പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതു സംബന്ധിച്ച ആക്ഷേപങ്ങൾ വിജ്ഞാപന തീയതി മുതൽ 15 ദിവസത്തിനകം കമ്മീഷൻ സെക്രട്ടറിക്ക് രേഖാമൂലം സമർപ്പിക്കാമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു. റീസർവേ പൂർത്തിയാക്കിയ വില്ലേജ് ഓഫീസുകളിൽ നവംബർ 1 മുതൽ പ്രോപ്പർട്ടി കാർഡുകൾ എന്ന റവന്യൂ സ്മാർട്ട് കാർഡുകൾ അവതരിപ്പിക്കുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. പാലക്കാട് പരുതൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ 98ാം സമാധി ദിനാചരണം ഇന്ന്. ദിനാചരണത്തോടനുബന്ധിച്ച് വർക്കല ശിവഗിരി മഹാസമാധിയിലും ചെമ്പഴന്തി ഗുരുകുലത്തിലും അരുവിപ്പുറത്തും ഗുരുദേവ ക്ഷേത്രങ്ങളിലും പരിപാടികൾ നടക്കും. വർക്കല ശിവഗിരി മഠത്തിൽ രാവിലെ 5-ന് ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ 10-ന് മഹാപരിനിർവാണ സമ്മേളനം പത്തനംതിട്ട ശ്രീരാമകൃഷ്ണ മഠത്തിലെ സ്വാമി ആപ്തലോകാനന്ദ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനായിരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ മുഖ്യപ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 2-ന് ശാരദാ മഠത്തിൽ സന്യാസിമാരുടെ നേതൃത്വത്തിൽ ഹോമം, സമാധി മന്ദിരത്തിലേക്ക് കലശ പ്രദക്ഷിണയാത്ര എന്നിവയുണ്ടാവും. ചൈന മാസ്റ്റേഴ്സ് 2025 ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങളായ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഷെൻഷൻ അരീനയിലെ സെമിഫൈനലിൽ മലേഷ്യൻ ജോഡിയായ ആരോൺ ചിയയെയും സോ വൂയി ഇക്കിനെയുമാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 43 റൺസിന് പരാജയപ്പെടുത്തി. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഓസ്ട്രേലിയ 2-1 പരമ്പര സ്വന്തമാക്കി. സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച 2ാമത് കേരള സ്റ്റേറ്റ് ഓപ്പൺ കിഡ്സ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ട് സമാപിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന രോഗാണുക്കളെ കണ്ടെത്താൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സൌകര്യമൊരുക്കിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച് ആന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് പ്രത്യേക ജലപരിശോധനാ സൌകര്യം ആരംഭിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടിയെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം സ്വദേശി 13 വയസ്സായ കുട്ടിക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ 10 പേരാണ് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ചികിത്സയിൽ കഴിയുന്നത്. പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പാലക്കാട് തൃത്താല മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കാലടി ആനക്കറ റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മിനി ഫുഡ് പാർക്ക് നിർമ്മാണത്തിന് ഇടുക്കി ചെറുതോണി ആലിൻചുവട് ഭാഗത്ത് 10 ഏക്കർ സ്ഥലം വ്യവസായ വകുപ്പ് ആവശ്യപ്പെട്ട ഭേദഗതികളോടെ കൈമാറുന്നതിന് റവന്യൂ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയതായി മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളത്തിന്റെ നടനവിസ്മയം മോഹൻലാലിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി അടക്കം നേതാക്കൾ. ജിഎസ്ടി ആനുകൂല്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ലഭ്യമാക്കുന്നതിന് ട്രെയിനുകളിലും സ്റ്റേഷനുകളിലും കുടിവെള്ളത്തിന്റെ എംആർപി കുറയ്ക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിയമാനുസൃതമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ ചിഹ്നം അനുവദിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ 98ാം സമാധി ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.